ഹായ് നമസ്കാരം. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ച എല്ലാ മെമ്പർമാരെയും വിളിച്ചു വരുത്തി മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർക്കൊരു നിർദ്ദേശം കൊടുക്കുകയുണ്ടായി. നിങ്ങൾ ജയിച്ചു വന്നവരല്ല, നിങ്ങളെ ജയിപ്പിച്ചതാണ്. ജനങ്ങൾ നിങ്ങളെ ജയിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് നിങ്ങൾക്കുള്ള ആ ഒരു കടപ്പാട്, ആ ഒരു ബന്ധം, അത് എന്നും നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. അവരുടെ എല്ലാ പ്രയാസങ്ങളിലും, അവരുടെ എല്ലാ കഷ്ടതകളിലും, അവരെല്ലാ വിഷയങ്ങളിലും നിങ്ങൾ ഇടപെടണം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അന്ന് കൂടിയ ആ മെമ്പർമാർക്ക് മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൊടുത്തത് എത്ര മനോഹരമായ ഒരു വാക്കായിരുന്നു. അതുപോലെ തന്നെയാണ് ഇന്ന് നടന്ന മുണ്ടക്കൈ ചൂരൽമല, അവിടെ വീടുകളും സ്വത്തുക്കളും എല്ലാം നഷ്ടപ്പെട്ട ആളുകൾക്ക് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിൽ 51 വീടാണ് ഇന്ന് അവിടെ കൈമാറിയത്. ആ ഒരു കൈമാറ്റ ചടങ്ങിൽ എന്താ പറയുക, മഹാനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇത് പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഞങ്ങളുടെ പ്രശസ്തിക്ക് വേണ്ടിയല്ല, ഇത് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയ വിശ്വാസമാണ് ഈ ഒരു വിജയത്തിന് കാരണം. അങ്ങനെയൊക്കെ പറയാൻ അങ്ങനെയൊക്കെ ഒരു നേതാവ് വേണ്ടേ നമുക്ക്? അത് തങ്ങളല്ലാതെ, സാദിഖ് അലി ശിഹാബ് തങ്ങളല്ലാതെ മറ്റേത് നേതാവാണ് ഇങ്ങനെയൊക്കെ പറയാനുള്ളത്? വല്ലാത്ത വാക്കാണ്. ആ വാക്കൊന്ന് നമുക്ക് ഒന്ന് കേട്ടുവരാം. മുസ്ലിം ലീഗ് പ്രത്യേകമായി ഫോർ വയനാട് എന്ന പ്രത്യേകമായൊരു ആപ്പിന് തന്നെ രൂപം കൊടുത്തു. അതിലൂടെ നമുക്ക് ക്രൗഡ് ഫണ്ടിങ് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അത് നമുക്കിവിടെ പ്രയോജനപ്പെടുത്തുവാൻ സാധിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ നമുക്ക് നൽകിയത് മുസ്ലിം ലീഗിനോട് ഉള്ള അവരുടെ വിശ്വസ്തതയാണ്. ഈ വീടുകൾ നമ്മൾ ജനങ്ങൾക്ക് നൽകിയത് ജനങ്ങളോട് മുസ്ലിം ലീഗിനോടുള്ള വിശ്വസ്തതയാണ്. ഈ അന്യോന്യമുള്ള ഈ വിശ്വസ്തയാണ്. അതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയം എന്നുള്ളത് അതാണ്. അതല്ലാതെ കുറേ വോട്ടുണ്ടാക്കുക, കുറേ മാത്സര്യങ്ങളിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതല്ല. ജനങ്ങൾക്കും പാർട്ടിക്കും ഇടയിൽ സ്നേഹത്തിൻ്റെ, ഐക്യദാർഢ്യത്തിൻ്റെ വിശ്വാസ്യത, അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയം എന്നുകൂടി നമുക്കിവിടെ തെളിയിക്കുവാൻ സാധിച്ചിരിക്കുക. ഇതൊന്നും പ്രശസ്തിക്ക് വേണ്ടിയല്ല, പ്രശസ്തരാവുക എന്നുള്ളതല്ല, വിശ്വസ്തരാവുക എന്നുള്ളതാണ് രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. അതാണ് നമുക്കിവിടെ ചെയ്യുവാൻ സാധിച്ചിട്ടുള്ളൂ. ഇപ്പം UML പുതിയൊരു നിർവചനം കൂടി എനിക്കിങ്ങനെ ഓർമ്മ വരികയാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അത് നേരത്തെ ഉള്ളതാണ്. IUM എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടല്ലോ. അത് യൂണിറ്റിയാണ്, ഐക്യമാണ്, സമൂഹത്തിൻ്റെ ഐക്യമാണ്, രാജ്യത്തിൻ്റെ ഐക്യമാണ്. അതിനുവേണ്ടിയാണ് മുസ്ലിം ലീഗ് നിലകൊള്ളുന്നത്. മേഴ്സിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യം, കരുണ, അതാണ് IUM പറയുന്നത്. പിന്നെ ലോയൽറ്റിയാണ്. അത് ഞാൻ പറഞ്ഞതുപോലെ വിശ്വസ്തത കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ 4 അക്ഷരങ്ങളെയും സാക്ഷാത്കരിക്കുവാൻ കൂടി ഈ ചൂരൽമല ദുരന്തത്തിന് ശേഷം ഈ പദ്ധതിയിലൂടെ നമുക്ക് സാധിച്ചിരിക്കുന്നു. ആ ഒരു സംതൃപ്തിയുടെ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക്